മനുഷ്യ സഹജമായ ഒരു സ്വഭാവം നോക്കൂ. ഈ ഐഹിക ലോകത്ത് കുറേ സമ്പത്തും അതുപോലെ കുറേ അനുഗ്രഹങ്ങളും സൗകര്യങ്ങളും ലഭിച്ചാൽ ജനങ്ങൾ എന്തു ചെയ്യും? നല്ലോണം സന്തോഷിക്കും. അതേസമയം അവകൾ നഷ്ടപ്പെട്ടാലോ ദുഃഖിക്കുകയും ചെയ്യും. ഇതാണ് മനുഷ്യൻ്റെ പൊതുവെയുള്ള സ്വഭാവം. എന്നാൽ മഹാന്മാരായ ആളുകൾ ഈ ഒരു അവസ്ഥയെ മറ്റൊരു രീതിയിലാണ് കണ്ടത്. അതെന്താണ് നമുക്ക് നോക്കാം. ബഹുമാനപ്പെട്ട മഅറൂഫുൽ കർഖി എന്നിവർ പറയുകയാണ്, ദുന്യാവ് ലഭിക്കുന്നത് കണ്ട് സന്തോഷിക്കേണ്ട, അത് നഷ്ടപ്പെടുന്നതിൽ ദുഃഖിക്കുകയും വേണ്ട എന്നാണ് അവരുടെ കാഴ്ചപ്പാട്. കാരണം എന്തുകൊണ്ട്? അള്ളാഹുവിന് ചില അടിമകളുണ്ട്. ദുന്യാവ് ലഭിക്കുമ്പോൾ അവർ എന്താണ് പറയുക? ഈ ദുന്യാവ് ലഭിച്ചത് നമ്മൾ ചെയ്ത ഒരു ദോഷത്തിൻ്റെ ശിക്ഷ അള്ളാഹു പെട്ടെന്ന് തന്നതുകൊണ്ടാണ് എന്നാണ് അവർ പറയുക. അതേസമയം ദുന്യാവ് ലഭിക്കാതെ പോകുമ്പോൾ അവർ പറയുന്നത് എന്താണ്? സ്വാലിഹീങ്ങളുടെ അടയാളത്തിന് ഒരു സ്വാഗതം എന്ന് പറഞ്ഞാൽ, സമ്പത്തും അനുഗ്രഹങ്ങളും സൗകര്യങ്ങളൊക്കെ ലഭിക്കുമ്പോൾ അതിൻ്റെ കയ്യും കണക്കുമൊക്കെ അള്ളാഹുവിന് നാം സമർപ്പിക്കേണ്ടി വരും. അപ്പം അത് അതിൻ്റേതായ രീതിയിൽ, അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ അല്ലാതെ വന്നാൽ അത് വലിയ ശിക്ഷയായി മാറും. അപ്പം ഈ സമ്പത്ത് കിട്ടിയത് തന്നെ എന്തായി മാറും? അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പെട്ടെന്ന് ശിക്ഷ കിട്ടിയതുപോലെയാണ്. അതേസമയം നമുക്ക് അനുഗ്രഹങ്ങളോ സമ്പത്തോ കിട്ടാതിരുന്നാൽ അത് സ്വാലിഹ്യങ്ങളുടെ അടയാളമാണ്. ആ സ്വാലിഹ്യങ്ങളുടെ അടയാളം എനിക്ക് കിട്ടിയതിൽ ആ ഒരു അവസ്ഥയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാരണം വെറും കയ്യോടെ പോകാം. അവർക്ക് നാളെ പരലോകത്ത് ചെന്നാൽ കൂടുതൽ വിചാരണയില്ല. സമ്പന്നന്മാരായ ആളുകൾ സ്വർഗത്തിൽ കടക്കുന്നതിൻ്റെ 500 വർഷം മുന്നേ ഈ പാവപ്പെട്ട ആളുകൾക്ക് സ്വർഗത്തിൽ കടക്കാനുള്ള അർഹത ലഭിക്കും. അപ്പോൾ അതൊക്കെ സ്വാലിഹ്യങ്ങളുടെ അടയാളമാണല്ലോ. ആ അടയാളത്തിന് സ്വാഗതമാണ് അവർ പറയുന്നത്. അഥവാ ചുരുക്കി പറഞ്ഞാൽ രണ്ടും അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. സമ്പത്ത് ലഭിക്കുന്നതും സമ്പത്ത് ലഭിക്കാതിരിക്കുന്നതും പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിലാണ് നാം വിജയിക്കേണ്ടത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമ്മെ പരിശോധിക്കുന്നത്.